കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രവേശനോത്സവങ്ങൾ നടക്കുന്ന വേളയിൽ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ നിന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ ഭരണപരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത സ്കൂൾ പ്രവേശനോത്സവ പരിപാടിക്കിടെ മിഠായി വിതരണം ചെയ്യാനായി എത്തിയ SFI പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയ നടപടി വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കാർത്തികപ്പള്ളി സ്കൂൾ പരിസരത്ത് പോലീസും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും തമ്മിൽ ശക്തമായ തർക്കങ്ങളാണ് അരങ്ങേറിയത്. പ്രതിരോധ സാധ്യതയും കരിങ്കൊടി കാണിക്കാനുള്ള നീക്കങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തങ്ങൾ ഈ കരുതൽ തടങ്കൽ നടപടി സ്വീകരിച്ചതെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. കൊടിയുമായി സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പോലീസ് കർശന നിലപാടെടുത്തതോടെയാണ് സമാധാനപരമായി തുടങ്ങിയ നീക്കം വലിയ വാഗ്ദാനങ്ങളിലേക്കും തുടർന്ന് നാടകീയമായ കസ്റ്റഡിയിലേക്കും നടന്നത്. ഭരണപരമായ തലത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ക്രമസമാധാന പാലവും VVIP സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നത് ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഒരു ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത്തരം മുൻകരുതലുകൾ എടുക്കാറുണ്ട്. എന്നാൽ മറ്റൊരു കോണിൽ നിന്ന് നോക്കുമ്പോൾ ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. സ്കൂൾ പ്രവേശനോത്സവം പോലെ കുട്ടികളുടെ സന്തോഷപരമായ ഒരു ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സംഘടനകളുടെ സാന്നിധ്യവും അതിനെ പ്രതിരോധിക്കാനുള്ള പോലീസിന്റെ നീക്കങ്ങളും ഒരുപോലെ സങ്കീർണമായ ക്രമസമാധാന സമവാക്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ സാധാരണ ജനജീവിതത്തെയും പൊതുഭരണത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നത് അത്യന്താപേക്ഷിതമാണെങ്കിലും മുൻകൂർ തടങ്കലുകൾ അമിതമായി ഉപയോഗിക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് ഇത്തരം അറസ്റ്റുകളും തർക്കങ്ങളും നടക്കുന്നത് വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന്റെ സമാധാനത്തെ ബാധിക്കുമെന്ന ആശങ്കയും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ തന്നെ അത് പൊതുജനങ്ങളുടെയോ വിദ്യാർത്ഥികളുടെയോ സ്വാഭാവിക അവകാശങ്ങളെ ഹനിക്കാത്ത രീതിയിലായിരിക്കണം നടപ്പിലാക്കേണ്ടതെന്നാണ് ഒരു നല്ല ജനാധിപത്യ ഭരണക്രമത്തിന്റെ ലക്ഷ്യം. കേവലം കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഈ വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു ജനാധിപത്യ മൂല്യമുണ്ട്. ക്രമസമാധാന പാലത്തിനായുള്ള പോലീസിന്റെ അധികാരങ്ങളും പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളും തമ്മിലുള്ള കൃത്യമായ അതിർവരമ്പ് എവിടെയാണെന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധങ്ങളെ മുൻകൂട്ടി കണ്ട് തടയുന്ന ശൈലി ഭരണകൂടത്തിന്റെ സുതാര്യതയെയും ജനാധിപത്യ സ്വഭാവത്തെയും കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി അഥവാ സ്ഥാപനപരമായ ഉത്തരവാദിത്വം ഉറപ്പാക്കാൻ പോലീസിന്റെ ഇത്തരം നടപടികൾ കൃത്യമായ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഭരണകൂടത്തിന്റെ നയങ്ങളും പോലീസിന്റെ സുരക്ഷാ നടപടികളും ജനാധിപത്യ പ്രക്രിയയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ബോധപൂർവമായ ഒരു പൗരസമൂഹത്തിന് അത്യാവശ്യമാണ്. രാഷ്ട്രീയമായ അന്ധതകൾക്കപ്പുറം ഭരണഘടനയും വ്യക്തി സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തികപ്പള്ളിയിൽ ഉണ്ടായ പോലീസിന്റെ ഈ കരുതൽ തടങ്കൽ നടപടിയെ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു? ഇത് സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടിയാണോ അതോ ജനാധിപത്യ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ജനാധിപത്യ സംവാദത്തിൽ പങ്കാളിയാകുക.